ഹായ്, ഇന്ന് ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഒരുപാട് സിനിമകളുണ്ട് ഈ ഒരാഴ്ച. ആഗസ്റ്റ് മാസം 15-നാണ് പിന്നെ സിനിമകൾ മുഴുവൻ റിലീസ് ആഗസ്റ്റ് മാസം 15 എന്ന് പറയാം. 11ഓളം റിലീസുകളുണ്ട്. 10ഓളം റിലീസുകൾ ആഗസ്റ്റ് മാസം 15-ാം തീയതി തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 15, 16, 17 ഈ 3 ദിവസങ്ങളിലായിട്ട് 11 സിനിമകളാണ് ടോട്ടലായിട്ട് റിലീസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തത് നമ്മുടെ ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഡാർക്ക് കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആഗസ്റ്റ് മാസം 15-നാണ് റിലീസ് ചെയ്യുന്നത്. മലയാളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. രണ്ടാമത് ഒരു മലയാള സിനിമ തന്നെയാണ്. വാഴ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിപിൻ ദാസ് സംവിധാനം ചെയ്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അഭിനയിക്കുന്ന സിനിമയാണ് വാഴ എന്ന് പറഞ്ഞ ഈ ഒരു മലയാള സിനിമ. ഈ സിനിമയും 15-ാം തീയതി തന്നെയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്, അതായത് നാളെ. അടുത്ത സിനിമ ഒരുപാട് പേര് കാത്തിരിക്കുന്ന തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. നമ്മുടെ ചിയാ മിക്ര, അതുപോലെ തന്നെ പാർവതി തിരുവോത്ത്, മാളവിക മോഹൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തങ്കല എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ പാരഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ്. ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല ക്വാളിറ്റി ചെയ്തൊരു സംഭവമായിരുന്നു. എന്തായാലും പ്രതീക്ഷയുള്ള ഒരു തമിഴ് സിനിമയാണ് ഈ ഒരു സിനിമ. തമിഴിൽ നിന്ന് വേറൊരു സിനിമ കൂടി റിലീസ് ചെയ്യും. വേറെ 2 സിനിമകൾ കൂടി ഉണ്ട്. അതിൽ ഒന്നാമത് എന്നുള്ള ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായ ഡിമോണ്ടി കോളനി എന്ന സിനിമയുടെ 2ാമത്തെ പാർട്ടാണ്. ഹൊറർ കോമഡി മൂവിയാണ്. അരുൾനിധിയും പ്രിയ ഭവാനി ശങ്കറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തമിഴിൽ നിന്നും റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഈ ഒരു സിനിമയും പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അടുത്തൊരു സിനിമ തമിഴിൽ നിന്ന് വരുന്ന സിനിമ ഏതെന്ന് നോക്കിയാൽ കീർത്തി സുരേഷ്, അതുപോലെ രവീന്ദ്ര വിജയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത രഘു താത്ത എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന തമിഴ് സിനിമയാണ്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുണ്ട്. ഹിന്ദിയിൽ നിന്നുണ്ടോ എന്ന് ചോദിക്കാൽ ഹിന്ദിയിൽ നിന്നും വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്. സ്ത്രീ 2 എന്ന് പറഞ്ഞ സിനിമ. ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സ്ത്രീ എന്ന് പറഞ്ഞ സിനിമയുടെ 2nd പാർട്ടാണ്. സ്ത്രീ യൂണിവേഴ്സിലെ പിന്നെ ഒരു സിനിമ കൂടിയാണ്. അതായത് സ്ത്രീ ഇറങ്ങിയതിനു ശേഷം പിന്നെ ബേഡിയ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. അതും ഈ ഒരു യൂണിവേഴ്സിലുള്ളതാണ്. അതിനുശേഷം മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമയും കൂടി റിലീസ് ചെയ്തിരുന്നു. ഈ വർഷം തന്നെയാണ് റിലീസ് ചെയ്തത്. നല്ലോണം വിജയിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന ഒരു ഹൊറർ മൂവിയാണ് സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഹൊറർ മൂവി. അതിന്റെ 2nd പാർട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആഗസ്റ്റ് മാസം 15-നാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. സന്താ കപൂറൊക്കെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ജോൺ അബ്രഹാം, തമന്നയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് വേദ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആഗസ്റ്റ് മാസം 15 തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഹിന്ദിയിൽ നിന്നും അടുത്ത വേറൊരു സിനിമ കൂടിയുണ്ട്. നമ്മുടെ അക്ഷയ് കുമാറിന്റെ സിനിമയാണ്. കേൽ ഖേൽ മേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ അക്ഷയ് കുമാറിന്റെ ഒരു പിടിവള്ളി ഈ ഒരു സിനിമയായിരിക്കും. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് സംഭവം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന സിനിമ ഹോളിവുഡ് മൂവിയുടെ റീമേക്കാണ്. അതേതാ സിനിമ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ 12th മാൻ എന്ന സിനിമ ഉണ്ടല്ലോ, ഈ സിനിമയുടെ അഡാപ്റ്റേഷൻ കൂടിയാണ്. കാരണം സത്യം പറയുകയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ട സമയത്ത് ഇതൊരു കോമഡി മൂവിയാണ്. കോമഡിയിലൂടെയാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് തോന്നുന്നത്. ട്രെയിലർ കണ്ട സമയത്ത് 12th മാൻ ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയായിരുന്നു. എന്തായാലും പ്രഡിക്റ്റബിൾ സ്റ്റോറി ആവാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ വെയിറ്റ് ചെയ്യാം. അക്ഷയ് കുമാറിന്റെ അടുത്ത ബോംബാണോ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കേൾക്കേൽമേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഈ 2 തെലുങ്ക് സിനിമകളുണ്ട്. രവി തേജ പ്രധാന വേഷം കൈകാര്യം മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഒരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ആഗസ്റ്റ് മാസം 15 തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണെന്ന് നോക്കിയാൽ പാൻ ഇന്ത്യൻ റിലീസ് എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത സിനിമയാണ്. ഡബിൾ ഐ സ്മാർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഐ സ്മാർട്ടിന്റെ 2nd പാർട്ടാണ് ഡബിൾ ഐ സ്മാർട്ട് എന്ന സിനിമ. ഈ സിനിമയും ആഗസ്റ്റ് മാസം 15 തന്നെയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആഗസ്റ്റ് മാസം 15 എന്ന് പറഞ്ഞാൽ നാളെ റിലീസ് ചെയ്യുന്നത്. ഇത്രയും സിനിമകളാണ്, 10ഓളം സിനിമകളാണ്. പിന്നെ ഇനി 16-ാം തീയതി റിലീസുകളൊന്നുമില്ല. 17-ാം തീയതി ഒരു റിലീസുണ്ട്. ഞാൻ കാത്തിരിക്കുന്ന ഒരു റിലീസാണ് നമ്മുടെ ലാലേട്ടൻ്റെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിലെ ഒരു ക്ലാസിക് മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ പിന്നെ ആഗസ്റ്റ് മാസം 17-ന് ചിങ്ങം 1-ന് പിന്നെ റിലീസ് ചെയ്യാണ്. 4K റീമാസ്റ്റർ റിലീസ് ചെയ്യാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒന്നുകൂടി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇപ്പോൾ ഏറ്റവും എന്താ പറയുക, 4K വേർഷനിൽ വരുന്ന ആ ഒരു ഫയൽ എങ്ങനെയുണ്ടെന്നുള്ളത്, അതിൻ്റെ സൗണ്ട് മികവും ദൃശ്യമികവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ കാത്തിരിപ്പാണ്. ആഗസ്റ്റ് മാസം 17-ന് മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ആഴ്ച 15, 16, 17 തീയതികളിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ സിനിമകൾക്കാണ് ഫസ്റ്റ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.